രക്ഷയിലൊക്കെ ആ ചാക്കോച്ചനൊക്കെ വമ്പൻ തിരിച്ചു വരാം. കിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ക്യാമറ എല്ലാം എവറിത്തിങ് പെർഫെക്റ്റ് വേണം. കിട്ടില്ല വേണം, കിണ്ണം കച്ച് വേണം, ഒരു രക്ഷയില്ല. എല്ലാത്തിനും 5-5 പക്ക. തുടക്കം കാണിക്കുമ്പോഴേ അറിയാം ചാക്കോച്ചൻ പൊളിക്കുന്നതിന്. അതായത് നല്ല രീതിയിലുള്ള ഗൗരവത്തുള്ള വരവും ആ ഒരു പൗരുഷം എല്ലാം അത് ചെയ്തിട്ടുണ്ട്. കിട്ടില്ലായിട്ട് ചാക്കോച്ചൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ടർ എല്ലാം നല്ല രീതിയിൽ എല്ലാവരും ആക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. സൂപ്പറായിട്ട് എല്ലാവരും, ചാക്കോച്ചനായാലും ബാക്കിയുള്ളവരായാലും ഡയറക്ഷൻ എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോഴാ നെഞ്ചിന്ന് ഇത് മാറുന്നില്ല, ഒരു രക്ഷയില്ല. എൻഡിങ് ഒക്കെ പൊളിച്ചു, ഒന്നും പറയാനില്ല. അതല്ല, ഇറങ്ങിയിട്ട് അങ്ങോട്ട് വിടാൻ പറ്റുന്നില്ല, പോകുന്നില്ല. ഈ പടം നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് കാണുമ്പോൾ ശരിക്കും ഒരു ഫീല് കിട്ടും. അതായത് നമ്മുടെയൊക്കെ ആർക്ക് എന്തൊക്കെ സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അത് ശരിക്കും ചാക്കോച്ചൻ നല്ലപോലെ വർക്കൗട്ട് ചെയ്തു. ഫൈറ്റ് സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫൈറ്റ് അതോടൊപ്പം തന്നെ ലൈക്ക് ഇതിനകത്ത് DOP ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ഗ്രേഡിംഗ് ഒക്കെ നല്ല രസമുണ്ട്. ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വിഷ്വൽസും കാര്യം ആ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അടിപൊളിയല്ലേ? നിങ്ങൾ കണ്ടില്ല? ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും? എന്തായാലും എല്ലാവരും പറയട്ടെ. ആ ഗംഭീരമായ എന്താണ് ഒരു ഫാമിലി സ്റ്റോറിയും പോലീസ് സ്റ്റോറിയും തമ്മിലുള്ള ബാലൻസ് ആണ് സിനിമ കാണിച്ചത്. അപ്പോൾ ഫാമിലി സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർക്കും പോലീസ് ത്രില്ലർ സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് വന്നിരിക്കുന്നത്. പിന്നെ JX ബിജോയുടെ BGM ആണ് ഇത് ഒന്നുകൂടെ ഒരു തിയേറ്റർ വാച്ചാക്കി മാറ്റിയത്. കാരണം ആ ഒരു ത്രില്ലർ സ്വഭാവം നിർത്തുന്നതിൽ BGM നന്നായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്.